നായക നടനായും സഹനടനായുമെല്ലാം മലയാള സിനിമയിൽ സജീവമായ നടനാണ് മുകേഷ്. രാഷ്ട്രീയവും സിനിമയും ഇപ്പോൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക കൂടിയാണ് നടൻ. ഇപ്പോൾ സിനിമാ ലോകത്തെ കഥകൾ പറയുന്നതിൽ വളരെയേറെ മിടുക്കനുമാണ് മുകേഷ്. പഴയ കാലത്തെയും ഇന്നത്തെയും താരങ്ങളുമായി അടുത്ത സൗഹൃദം തന്നെയാണ് നടൻ മുകേഷ് വെച്ചു പുലർത്താറുള്ളത്. അതേസമയം തന്നെ അയ്യനിൻ അറേബ്യയാണ് മുകേഷിന്റെ ഏറ്റവും പുതിയ ചിത്രം. എം.എ. നിഷ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ഉർവശി, ഷൈൻ ടോം ചാക്കോ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. അയ്യനിൻ അറേബ്യയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവെക്കവേ നടൻ ഷൈൻ ടോം ചാക്കോയെക്കുറിച്ച് മുകേഷ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയെടുക്കുന്നത്. മലയാളത്തിലെ ഒരു ഓൺലൈൻ മീഡിയയുമായുള്ള അഭിമുഖത്തിലാണ് നടന്റെ പ്രതികരണം. ഗോൾ എന്ന സിനിമയിൽ ഷൈൻ ടോം ചാക്കോ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഷൈൻ ടോം വന്ന് എന്നെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായിരുന്നില്ല. കാരണം അന്നൊക്കെ ഷൈൻ ടോം ചാക്കോ നല്ല ഡീസന്റ് ആയിരുന്നുവെന്ന് മുകേഷ് പറയുകയാണ്. ഇതിന് ഷൈൻ ടോം ചാക്കോയും മറുപടി നൽകിയിരിക്കുന്നു. ആക്ടർ ഇൻഡീസന്റ് ആയിരിക്കണം. ഇൻഡീസന്റ് ആയ ഒരാൾക്ക് എല്ലാ ഇമോഷൻസും പെട്ടെന്ന് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഡീസന്റ് ആയ ഒരാൾ വായിൽ കോലിട്ടിളക്കിയാൽ അയാൾ പറയുമോ? ആക്ടേഴ്സിൻ്റെത് മോശം പെരുമാറ്റമാണെങ്കിലും പെർഫോമൻസ് ആണ് വേണ്ടതെന്ന് ഷൈൻ ടോം ചാക്കോ അഭിപ്രായപ്പെടുന്നുണ്ട്. ഒരു നടൻ വളരെ മാന്യനായത് കാരണം ഉണ്ടായ ദോഷം മുകേഷ് ഇതിനിടെ പങ്കുവെക്കുന്നുണ്ട്. പ്രധാന ഒരു നടനായിരുന്നു അത്. പേര് ഞാനിപ്പോൾ പറയുന്നില്ല. അദ്ദേഹം ആരോടും ദേഷ്യപ്പെടാറില്ല. കറക്റ്റായി ഷൂട്ടിങ്ങിന് വരികയും പോവുകയും ചെയ്യാറുണ്ട്. ചെന്നൈയിലാണെന്ന് ഷൂട്ടിംഗ് നടക്കുന്നത്. 9 മണിക്ക് കോൾ ഷീറ്റാണ്. കാത്തിരുന്നിട്ടും കാർ വന്നില്ല. അവിടെ എല്ലാവരും വിഷമിക്കുമെന്ന് കരുതി ഓട്ടോറിക്ഷ പിടിച്ച് ലൊക്കേഷനിൽ ചെന്നു. എല്ലാവരും കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിരുന്നു ആ നടനെ. പിറ്റേന്ന് അയാൾക്ക് കാർ അയക്കേണ്ടതില്ല, ഓട്ടോറിക്ഷയിൽ വന്നോളുമെന്ന് പ്രൊഡ്യൂസർ പറയുന്നു. അതാണ് സിനിമ. അതുകൊണ്ട് തന്നെ ഷൈൻ ടോം ചാക്കോയെ പോലെ വെട്ടിത്തുറന്ന കാര്യം പറയുന്നവർ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വേണമെന്ന് മുകേഷ് വ്യക്തമാക്കുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസനൊപ്പം അഭിനയിച്ചപ്പോഴുള്ള അനുഭവങ്ങളും മുകേഷ് പങ്കുവെക്കുന്നുണ്ട്. ഒരു കാലഘട്ടം ഒഴികെ ഞാനും ശ്രീനിയും തുറന്ന പുസ്തകങ്ങളായിരുന്നു. ധ്യാൻ വന്നപ്പോൾ മനസ്സുകൊണ്ട് ശ്രീനിയുടെ മകനാണ്, പയ്യനാണ് എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ആദ്യ ദിവസം തന്നെ ഒരു ജൂനിയർ പറയാൻ പാടില്ലാത്ത കഥകൾ ധ്യാൻ പറയുകയുണ്ടായി. ഇടയ്ക്കിടെ ഇവൻ എൻ്റെ അടുത്ത് പറയാൻ പാടുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കും. ശ്രീനിവാസനടുത്ത് ഞാൻ ഇത്രയും ഓപ്പണായി സംസാരിച്ചിട്ടില്ല എന്ന് മുകേഷ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അയ്യനിൻ അറേബ്യയുടെ ട്രെയിലർ പുറത്തിറങ്ങിയത്. ഫെബ്രുവരി 2-ന് സിനിമ റിലീസ് ചെയ്യും. കോമഡിക്ക് പ്രാധാന്യമുള്ള സിനിമയ്ക്ക് സ്വീകാര്യത ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. ശ്രീനിവായ അയ്യർ എന്ന കഥാപാത്രത്തെയാണ് അയ്യനിൻ അറേബ്യയിൽ മുകേഷ് അവതരിപ്പിക്കുന്നത്. ഉർവശിയും മുകേഷും ഒരുമിച്ചെത്തുന്ന ഈ ഒരു സിനിമയിൽ ആരാധകർക്ക് ഏറെ പ്രതീക്ഷയുമുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.